നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാധിക കാണിമംഗലത്ത് പടർന്നു കയറിക്കൊണ്ടിരിക്കുക. ഇവിടെയുള്ള സകലരുടെ മനസ്സിലും. ചെറിയമ്മേ, അവളെ ഞാൻ വെറുതെ വിടില്ല. എന്നെ അവഗണിച്ച് സൂര്യ അവള് കൊണ്ടുപോയ യാത്ര അങ്ങനെ നല്ല രീതിയിൽ അവസാനിക്കേയില്ല. നീ എന്ത് ചെയ്യാൻ പോകുന്നു? എടതി, നമ്മുടെ കുടുംബത്തിനൊരു പ്രത്യേകത ഉണ്ട്. നന്മ ആര് ചെയ്താലും അത് അംഗീകരിക്കപ്പെടും. ഏട്ടത്തെ ആരും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏട്ടത്തി നന്മയൊന്നും ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂര്യ, കൽപ്പനെ, ഈ യാത്ര തടയാൻ വേണ്ടി നീ ശ്രമിക്കണ്ട. പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോകും. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കൂടെ പോവാം. മനസ്സിലായോ? അതൊന്നും കാര്യമാക്കണ്ട. അല്ലെങ്കിലും എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും കൽപ്പനയേട്ടത്തി ഇടവക ഒരു വെടിക്കെട്ട് ഉള്ളതാണല്ലോ. ഇതും ആ ഗണത്തിൽ കൂട്ടിയാ മതി. അച്ഛാ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി അച്ഛാ. നല്ലൊരു വാക്ക് കൽപ്പനയുടെ നാവിന്ന് കേട്ടിട്ട് മരിക്കാൻ പോലും ആവുമെന്ന് തോന്നുന്നില്ല. കൽപ്പനെ, അവള് പിന്നെ നിനക്ക് മുമ്പേ നടന്നൂല്ലേ? അവള് കടുത്ത കൃഷ്ണഭക്തയാ. അവളുടെ അച്ഛൻ കൃഷ്ണപൂജ ചെയ്യുന്ന ആളും. മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അച്ഛൻ പ്രത്യേക പൂജ ചെയ്യാതിരിക്കോ? ദേവനാരായണൻ തിരുമേനിയുടെ പൂജയ്ക്ക് മുന്നിൽ ദൈവം പ്രസാദിക്കാതിരിക്കോ? ചെറിയം എന്താ പറഞ്ഞു വരുന്നേ? ഇതെല്ലാവരും കൂടി അറിഞ്ഞുള്ള കളിയാ കൽപ്പനെ. കണിമംഗലം കുടുംബത്തിന്റെ സമ്പത്ത് കണ്ട് മഞ്ഞളിച്ച് ദേവനാരായണ തിരുമേനി മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം സൂര്യയുടെയും കണിമംഗലത്തെ മറ്റുള്ളവരുടെയും മനസ്സ് മാറ്റാൻ അയാൾക്ക് ഈസി ആയിട്ട് പറ്റും. അതിനുള്ള കർമ്മങ്ങൾ അയാൾ ചെയ്തും കാണും. ഇനിയിപ്പോ രാധികയുടെ പരിചരണം കൊണ്ട് സൂര്യ എഴുന്നേറ്റ് നടന്ന നിന്റെ സ്ഥാനം എന്താവും? എന്റെ സ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ല. എന്നോട് വാശിക്ക് പലതും പറയാൻ പറ്റും. പക്ഷേ കണിമംഗലം പരമേശ്വരൻ മക്കളുടെ വാക്കിന് കൊടുക്കുന്ന വില നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ യാത്രയിൽ അപകടമുണ്ട്. രാധിക കണിമംഗലത്ത് പടർന്നു കയറിക്കൊണ്ടിരിക്കുക. ഇവിടെയുള്ള സകലരുടെ മനസ്സിലും. ചെറിയമ്മേ, അവളെ ഞാൻ വെറുതെ വിടില്ല. എന്നെ അവഗണിച്ച് സൂര്യ അവള് കൊണ്ടുപോയ യാത്ര അങ്ങനെ നല്ല രീതിയിൽ അവസാനിക്കേയില്ല. നീ എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യാൻ പോകുന്നെന്ന് കാണിച്ചു തരാം. ഇത്രയും കാലം ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ കണിമംഗലത്ത് കാവല് നിന്നിട്ടുണ്ടെങ്കിൽ അത് കണിമംഗലത്തിന്റെ മഹാറാണി ആവാൻ തന്നെയാ. അതിനുള്ള തടസ്സം ഏത് രൂപത്തിൽ വന്നാലും അതിനെ തട്ടി നീക്കാൻ ഈ കൽപ്പനയ്ക്ക് നന്നായിട്ടറിയാം. ജാതിക ഇനി തല പൊക്കില്ല. ജാതികയ്ക്ക് വേണ്ടി തല ഉയർത്തി ഇവിടെ ആരും സംസാരിക്കേയില്ല. കൽപ്പനയാ പറയുന്നേ. സത്യം പറഞ്ഞ പുറം കാഴ്ചകൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാനെന്താ പറയാത്തേന്ന് വെച്ചാ ഒരുപാട് പേരിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയാ. ഓ, അത് വലിയ കാര്യമായിപ്പോയി.
ഏട്ടനെ എവിടെ കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത്? നീ കൊണ്ടുപോടാ, ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏട്ടൻ നോക്കിക്കോ, അടുത്ത് തന്നെ ഈ വീൽ ചെയർ ഒന്നുമില്ലാതെ നമ്മൾ ഈ ബീച്ചിൽ വരും. അന്ന് ഇതുപോലെ ഇരിക്കല്ല, നടക്കുകയായിരിക്കും. ആ എടാ വരുണേ, നമ്മുടെ അച്ഛൻ പറയുന്ന കേട്ടെ, നമ്മുടെ കമ്പനിയിലെ കുറെ ആളുകൾ നല്ല മോട്ടിവേഷൻ കിട്ടാത്തതുകൊണ്ട് പണിയെടുക്കാൻ പിന്നോട്ട് പോയത്. നീ ഒരു കാര്യം ചെയ്യും, അവരുടെയൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ച് രാധിക അവരെ മുമ്പിൽ കൊണ്ടുവന്ന് സംസാരിപ്പിക്കും. ഇതിനേക്കാൾ പോസിറ്റീവായിട്ട് എങ്ങനെയാ ഒരാൾ സംസാരിക്കുന്നത്? അത് correct ആയിട്ടും പറഞ്ഞത്. ഏട്ടൻ കളിയാക്കൊന്നും വേണ്ട. ഏട്ടൻ ഞാൻ പറഞ്ഞ കാര്യം നടന്നില്ലെങ്കിൽ നോക്കിക്കോ. അതെ, ഈ ചില നേരത്തെ ഈ രാധിക ഉണ്ടല്ലോ, ഒരു പ്രവചനത്തിന്റെ സ്വഭാവം കാണിക്കും. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാല് നമ്മളെയൊക്കെ അമ്പരിപ്പിച്ചുകൊണ്ട് അതങ്ങ് ശരിയാവും അല്ലേ? എന്റെ കാര്യത്തിൽ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. അതെ, ഏട്ടൻ കടല് കാണാനാ വന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. എടാ നമുക്കേ തിരക്ക് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവാം. നമുക്കേ എവിടെങ്കിലും ഒന്ന് മാറി ഇരുന്നാ മതി. ഈ തിരക്കുണ്ടാവുന്നതല്ലേ അതിന്റെ ഒരു രസം. നിന്റെ തിരക്കൊക്കെ എനിക്കറിയാം, നീ പോയിക്കോ, പോയി ആസ്വദിക്ക. നമുക്ക് കുഴപ്പമൊന്നുമില്ലേ. ഏട്ടൻ വാ, നമുക്ക് പോ. അതുവഴി ബീച്ചിലോട്ട് ഇറങ്ങാം. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, ഞാനേ കുറിക്ക എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. ചെല്ലേ. പോട്ടാ. പോവാം. ഇതെന്താ രണ്ടുപേരും പെട്ടെന്ന് മിണ്ടാതായത്? ഏയ് ഒന്നുമില്ലട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.